നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണം എന്ന് തലേ കയറിയിട്ടപ്പോഴത്തേനോ ഓണത്തിന്റെ സാരികളും ഒക്കെ പൊക്കിക്കൊണ്ട് ഒരാൾ വരുന്നതെന്ന് ഓർക്കരുത് കേട്ടോ. ഈ സാരി വാങ്ങിക്കുന്നവർക്ക് നിങ്ങൾ എന്നാണോ ബുക്ക് ചെയ്യുന്നത് അതിന്റെ പിറ്റേ ദിവസം തന്നെ ഡെസ്പാച്ച് ചെയ്യും. മറ്റേ പോലെ താമസിക്കത്തില്ല. കാരണം ഓണത്തിന്റെ ആവശ്യത്തിനാണ് വാങ്ങിക്കുന്നതെങ്കിൽ ചിലത് ഇതിപ്പോൾ എല്ലാം അങ്ങനെ ഓണത്തിന് മാത്രം ഉടുക്കാവുന്ന സാരി അല്ലെങ്കിൽ കേരള സാരി അല്ല. അതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും ഉടുക്കാം. നല്ല ബഡ്ജറ്റ് റേറ്റിലുള്ള സാരീസ് ആണ് ഇത്. കണ്ടോ, ഇത് ഒരു കേരള ക്രീം എന്ന് പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു ചന്ദന കളർ, ലൈറ്റ് ചന്ദന കളറിന്റെ അറ്റത്ത് ഇങ്ങനെ ഒരു ബോർഡർ. ഇത് ടിഷ്യൂ സിൽക്കാണ് മെറ്റീരിയല്. മുന്നാണി വരുമ്പോൾ ഇങ്ങനെ വരും. നല്ലൊരു ഭംഗിയുണ്ട്. നല്ല ഒരു എന്താ പറയാ, ഒരു ടിഷ്യൂ സിൽക്കിന്റെ ഒരു സംഭവങ്ങളും സാധനങ്ങളും. ഇനി ബ്ലൗസും കൂടെ കാണിക്കാം. ബ്ലൗസ് വരുമ്പം ഇത് വരും. നിങ്ങൾ ഇതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. ഇതിന്റെ ഒരു സംഭവം നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്. ഞാനൊരു സാരി ഉടുത്തത് ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. ആ ഒരു ബ്ലൗസും ആ ഒരു മുന്താണിയും ആ ബോർഡറും പിന്നെ ബോഡിയിലും ആ ഒരു ബൂട്ടാസും കൂടെ വന്നു കഴിയുമ്പോൾ ഒരു പ്രത്യേക ഒരു വെറൈറ്റി ലുക്ക് ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത് ബ്ലൗസ് ആയിട്ട്, ഇതിന്റെ ഈ പാർട്ട് ബ്ലൗസ് ആയിട്ട് വരുമ്പോൾ ഒരു മൾട്ടി കളറിലുള്ള ഒരു ബ്ലൗസിന് ഒരു പ്രസരിപ്പുണ്ട് അല്ലേ. ഓണത്തിന്റെ ഗാദറിങ്സിനൊക്കെ ഇടാൻ നല്ലതാ. അങ്ങനല്ല, ഓണം കഴിയുമ്പോഴേ എടുത്ത് അകത്ത് പെട്ടിയിൽ വെച്ച് മടക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം നമുക്ക് അല്ലാതെയും ഇടാം. ഇപ്പൊ പള്ളിയിലൊക്കെ പോകുന്ന സമയത്തോ വേറെ എന്ത് ചെറിയ ചെറിയ കാര്യങ്ങൾക്കോ വലിയ കാര്യങ്ങൾക്കോ, ഒത്തിരി വലുതല്ല എന്നാലും ചെറിയ ഒരു സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാം. ഇതിന്റെ വില എന്ന് പറയുന്നത്, ഞാൻ ഇപ്പോഴും ഡിസ്കൗണ്ടഡ് ഇതിൽ നിന്ന് മാറിയിട്ടില്ല. വേറൊന്നുമല്ല, അതെന്നാന്ന് ചോദിച്ചാൽ ഷോപ്പ് നമുക്ക് ഓൺലൈനും ഓഫ്ലൈനും ഉള്ളതുകൊണ്ട് ഷോപ്പിൽ അല്ലാത്ത ഈ ഇങ്ങനെ മിച്ചം വരുന്ന സാധനങ്ങളെ ഇത്ര ടൈം ലിമിറ്റിനുള്ളിൽ ഇറക്കി വിടുക എന്നുള്ളത് എൻ്റെ ഒരു വലിയ അജണ്ടയിൽപ്പെട്ട കാര്യമാണ്. ഞാൻ അതിനെ പ്രയോറിറ്റി കൊടുക്കുന്നത്. എൻ്റെ സ്റ്റാഫ് വരെ എന്നോട് ചോദിച്ചു, മേഡം ഇനി എന്തിനാ ഡിസ്കൗണ്ട് സെയിൽ കൊടുക്കുന്നത്, ഇനി ഓണത്തിന്റെ സാധനങ്ങൾ വിറ്റാൽ പോരെ, അല്ലാത്ത വിറ്റാൽ പോരെന്ന്. അതിന് ഇനി സമയമുണ്ടല്ലോ. ജനിച്ച കുട്ടിക്ക് ഒത്തിരി സമയമില്ലേ, പ്രായമായവർക്കല്ലേ നമ്മൾ കുറച്ചും കൂടി ഒരു പ്രയോറിറ്റി കൊടുക്കണ്ടേ എന്ന് എപ്പോഴും. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇപ്പൊ പ്രായം അങ്ങനെയൊന്നും ഇല്ല. എക്സ്പയറി ഡേറ്റ് ഇല്ലാത്തൊരു കാലം ഇപ്പൊ. 1300 699. ഇപ്പോഴത്തെ വില 1100. അത്ര ഏതാണ്ട് 1100 സ്ക്രീനെ കാണുമേ. ഇതിന്റെ അടുത്ത കളർ കാണിക്കാം. ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ. ഇതാണ് അടുത്ത കളർ. ആദ്യത്തേതിന്റെ വന്നിട്ട് ഒരു ഗ്രീൻ, പിസ്ത ഗ്രീൻ ആയിരുന്നു കൂടുതൽ ഷെയ്ഡ് വന്നിരിക്കുന്നത്. ഇതിന് വന്നിട്ട് ഒരു പിങ്കും വൈനും കൂടെ കൂടിയ ഒരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. നല്ല ഇങ്ങനത്തെ സാരിക്ക് പ്രത്യേക ഒരു എടുപ്പ് കിട്ടും. നമ്മൾ എവിടെ നിന്നാലും നമുക്കൊരു ലുക്ക് കിട്ടും. ഇങ്ങനെ ലൈറ്റും ഡാർക്കും കൂടെ മിക്സ് ആയിട്ട് വരുമ്പോഴത്തേനും. ടിഷ്യൂ സിൽക്കാണ് സ്റ്റഫ്. നല്ല സോഫ്റ്റ് ആണ്. ഒരു പടാന്ന് നിൽക്കുന്ന ഒരു രീതിയല്ല. ഇതാണ് ബ്ലൗസ്. മുന്താണിക്ക് എന്നാണോ കളർ അത് തന്നെയാണ് ബ്ലൗസ്. ഞാൻ ഇനിയും ബ്ലൗസ് കാണിച്ചില്ലെങ്കിൽ തന്നെ നിങ്ങൾ ഓർത്തോണം കേട്ടോ. മുന്താണിക്ക് എന്നാണോ കളറല്ല ഡിസൈൻ കളറ് അത് തന്നെയാണ് ബ്ലൗസ്. ഇത് അടുത്ത കളറ് ഒരു ഗ്രീനിന്റെ ഒരു ഷെയ്ഡ്, രാമ ഗ്രീൻ ഒക്കെ കളർന്ന ഒരു ഷെയ്ഡ്. ഞാൻ നോക്കിയിട്ട് കളറിനകത്തുള്ള വ്യത്യാസങ്ങളൊന്നും ഇതൊന്നും ഇല്ല. ഇതിനകത്ത് എല്ലാം ഒരുപോലെ നല്ല ഭംഗിയുണ്ട്. എല്ലാത്തിനും ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഓരോ കളറിനും. ചില കളറുകളോട് നമുക്കൊരു ഇഷ്ടം തോന്നുമായിരിക്കാം, എന്നാലും ടാസിലൊക്കെ ചെയ്ത് നല്ല സാരിയാ. ഞാൻ ഒരെണ്ണം ഉടുത്ത് കാണിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടേ. അടുത്തത് പീച്ച് പിന്നെ ഒരു ഒലീവ് ഗ്രീൻ. ഇത് രണ്ടിനും കൂടെയാണ് ഇതിനകത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എടുപ്പ് കൂടുതൽ വന്നിരിക്കുന്നത്. പിന്നെ പൗഡർ ബ്ലൂ ഉണ്ട് വന്നിട്ടുണ്ട്. സാരി കേരള സാരിയൊക്കെ ഓണത്തിന്റെ പരിപാടി കൊടുക്കാൻ നല്ല വൺ പ്ലീറ്റ് ഇട്ട് എടുക്കണമെങ്കിൽ നല്ല ട്രാൻസ്പെറന്റ് ഒന്നും അല്ല. ഇതുണ്ടോ, ട്രാൻസ്പെറന്റ് ഒന്നും അല്ല. ബ്ലൗസ് ഇട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയാവും. ഇങ്ങനെ ഇത് ബ്ലൗസ് ഇത് തന്നെ. പീച്ചിനാണ് ഇതിനകത്ത് കൂടുതൽ, പീച്ചും പൗഡർ ബ്ലൂ. പിന്നെ കോഫി കളർ. ഇത് മാത്രം തന്നെ ഇങ്ങനെ ഡിസൈൻ ആയെന്ന് എനിക്ക് മനസ്സിലാവും. ഇതിനകത്ത് ഒരെണ്ണം മാത്രം ഈ ഒരു ഡിസൈൻ കേട്ടോ. ഈ ഒരെണ്ണം മാത്രം, ഒരെണ്ണവേ ഉള്ളൂ ഈ ഡിസൈനിൽ. ബാക്കിയെല്ലാം വേറൊരു ഡിസൈൻ. ഉണ്ടോ, എന്താണ് ഇത്, ബ്ലൗസ് ഇത് തന്നെ. രസമുണ്ടല്ലേ. നീ ഒരു സാരി കാണിക്കാതെ. ഈ സാരി എന്നാന്നറിയട്ടെ കാണിക്കുന്നേ. കഴിഞ്ഞ ദിവസം ഈ സാരി കാണിച്ച ചെക്ക്
ഞാൻ പറഞ്ഞില്ലേ മദ്രാസി ചെക്കാര ഒരു ഒരു റിപ്ലിക്ക പോലത്തെ ഒരു സാരിയാന്നൊക്കെ പറഞ്ഞ് കാണിച്ചില്ലേ, ആ സാരിയുടെ 2 ഡിസൈൻ ഞങ്ങൾ കാണാതിരിക്കുക. അപ്പൊ ഞാൻ അപ്പോഴേ പറയുന്നുണ്ട് ഇത് 8 10 ഡിസൈനിൽ വന്നിട്ടുണ്ടെന്ന് ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട്. വേറൊരു ബണ്ടിലിനകത്ത് കയറി ഇരിക്കുകയായിരുന്നു, അതുകൊണ്ട് കണ്ടില്ല. പിന്നെ ആ ബണ്ടിലൊക്കെ പൊട്ടിച്ച് വന്നപ്പോഴാണ് അതിനകത്ത് ഈ 2 കയറിയിരിക്കുന്നത്. 2 ആശന്മാര് വേറെ വീട്ടിൽ പോയി കയറി അങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പൊ അത് സാരി ഇത് കേട്ടോ. അത് ഈ പറഞ്ഞ പോലെ അധികം സ്റ്റോക്കില്ല കേട്ടോ. ഇത് ആണ് സാരി. നിങ്ങൾ ഇങ്ങനത്തെ സാരീസ് കണ്ടുപിടിക്കാൻ വലിയ വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് ഈ സാരിക്ക്. അന്ന് കണ്ടതിന്റെ എല്ലാം ബോർഡറിന്റെ അവിടെ ബ്ലാക്ക് ആയിരുന്നു, ഇന്നത്തെ ബോർഡറിന്റെ അവിടെ ചന്ദന കളറാ, എന്നിട്ട് കോൺട്രാസ്റ്റ് വന്നിരിക്കുക. മുന്താണിക്കും അങ്ങനെ തന്നെ ഉണ്ടോ, മുന്താണി അങ്ങനെ തന്നെ, ബ്ലൗസും അങ്ങനെ തന്നെ. ഇത് മുന്താണി, ഈ ഭാഗം ബ്ലൗസ് ചെറിയ ചെക്കായിരിക്കും. ഒരു മിനിറ്റ്, ബ്ലൗസ് ഇത് ചെറിയ ചെക്ക്, മറ്റേ ബോഡിക്ക് വലിയ ചെക്ക്, കയ്യിൽ ചെറിയ ചെക്ക് വരുന്ന ബ്ലൗസ്. ആ മൾട്ടി കളറുള്ള ബ്ലൗസ് നിങ്ങൾക്ക് എത്ര ഐറ്റത്തിന് നിങ്ങൾക്ക് ഇടാൻ പറ്റുമായിരിക്കും എന്നറിയാം. എത്ര മൾട്ടി കളറായിട്ട് വരുന്നതുകൊണ്ട് വേറെ സാരികൾക്കൊക്കെ നല്ല ഭംഗിയായിട്ട് പെയർ ചെയ്യാൻ പറ്റും. ഇത് അടുത്തത്, ഇനി ഇത് വേറെ മണ്ടിലിനകത്ത് ഇനി ഇത് കയറി ഇരിപ്പുണ്ടോന്ന് ഞാൻ ആലോചിക്കുന്നു. വേറൊരു കളറ് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ദയവ് ചെയ്ത് ഞാൻ എപ്പോഴും പറയുന്നത്, എന്നാലും ചിലർ വലിയ സൂം ചെയ്ത് എഡിറ്റ് ചെയ്തായിരിക്കും, അങ്ങനെ ചെയ്യല് കേട്ടോ. ആ നമ്പരും അതിലൊരു ആദ്യം കാണുന്നത് നമ്പര്, പിന്നെ അടി കാണുന്ന പ്രൈസ്. അപ്പൊ ആ പ്രൈസും കൂടെ പ്രൈസ് കൂട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നമ്പർ നമുക്ക് അറിയണം, അല്ലെങ്കിൽ നമുക്ക് മാറിപ്പോകും. നിങ്ങൾക്ക് എല്ലാവർക്കും സംശയമില്ലേ മാറിപ്പോകും. ഞങ്ങൾക്ക് മാറിപ്പോവല്ലേ, ഞങ്ങൾ ഇത്ര നമ്പർ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അയക്കുമ്പോൾ കറക്റ്റായിട്ട് അയച്ചു വെച്ചാൽ മതി കേട്ടോ. ഒരു ലോട്ടസ് ഡിസൈൻ ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള സാരി. ഈ റേറ്റിന് എന്ത് നല്ല സാരി അതെന്നറിയോ, ഡിസ്കൗണ്ട് ഐറ്റം ആണേ. ടിഷ്യൂ സിൽക്ക്, ടിഷ്യൂവിനൊക്കെ എന്ത് ഡിമാൻഡായിരുന്നു എന്നറിയോ സാരിക്ക്. ഇതാണ് മുന്താണി, ഡിജിറ്റൽ പ്രിന്റ് വരുന്ന ടിഷ്യൂ സിൽക്കിന്റെ സാരിയാണ്. ഇങ്ങനത്തെ സാരികൾക്ക് ഭയങ്കര ഡിമാൻഡാണ്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടുത്താൽ അതുപോലെ ഒരു സംഭവമാണിത്. ഇതിൽ ചിലതിന് മാത്രം കുറെ പീസസ്, താഴത്തെ ബോർഡർ ഇങ്ങനെ വരും, ബോഡിയിൽ ഇങ്ങനെ ബൂട്ടാസ് വരും, കളറിൽ മാത്രം ചെറിയ അതൊന്നും കണ്ടുപിടിക്കുന്ന വലിയ പാടാണ്. നമ്മളിങ്ങനെ ഈ സാരി റിപ്പീറ്റ്, ഇതിന്റെ ഓരോ ബണ്ടിൽസ് എന്ന് വെച്ചാൽ ചില 3 കളറിനെങ്ങാണ്ട് റിപ്പീറ്റ് കളറുണ്ട്. അപ്പൊ അത് മാറ്റിയെടുക്കാൻ എന്ത് പാടുപെട്ടെന്നറിയോ. അതെന്ന് വെച്ചാൽ ഈ കളറും എല്ലാം ഒരുപോലെ ഇരിക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ തിരിച്ചറിയത്തിന് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ അതിനകത്ത് വലിയൊരു പ്രാധാന്യം കൊടുക്കണ്ട. നിങ്ങൾ ആ നമ്പർ കൂട്ടി ഇങ്ങോട്ട് സ്ക്രീൻഷോട്ട് അയച്ചു വെച്ചാൽ മതി. ബ്ലൗസ് വന്നിട്ട് ഇതേണ്ട, ഇത് ടിഷ്യൂ സിൽക്കാണ് ബ്ലൗസ്. ഇത് ഈ ഫ്ലോറൽ പ്രിന്റ് വരുന്ന സാരികൾക്ക് ഭയങ്കര ഒരു ഭംഗിയാട്ടോ, ശരിക്കും പറയാം. ഞാൻ എൻ്റെ ഒരു കണ്ടുപിടുത്തമാ ഞാൻ പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു, അല്ലേ? അങ്ങനെയല്ലേ? അടുത്തതേണ്ട ഈ ഒരു ഡിസൈൻ, ഇത് വരും, താഴത്തെ ബോർഡർ അമ്പൽപ്പൂവോ താമരപ്പൂവോ ഒക്കെയാ. ഇതാ മുന്താണി, ബോഡി, ബ്ലൗസ്. പിസ്ത ഗ്രീൻ ആണ് കൂടുതൽ ഇത് കൊടുത്തിരിക്കുന്നത്. ടാസലിലെ കളർ നോക്കി കണ്ടുപിടിക്കാനേ പറ്റത്തുള്ളൂ. വില പറഞ്ഞില്ല അല്ലേ? അയ്യോ, വില പറയാതെ. അടുത്ത ഇത് മുന്താണി, ഇത് 1399, ഇപ്പോഴത്തെ വില 999 ഒള്ളി. ബോഡി ഇങ്ങനെ, ബ്ലൗസ് ഇങ്ങനെ. ബ്ലൗസ് എല്ലാം ഏകദേശം സെയിം തന്നെയാണ്, കളറിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടെന്നേ ഉള്ളൂ. നല്ല സാരി കേട്ടോ. നിങ്ങൾക്ക് അല്ലാതെ ഓണത്തിനൊന്നും കഴുതണ്ട. ഇങ്ങനത്തെ സാരിയുടെ കൂടെ ഉണ്ടല്ലോ, ഇതിന്റെ ബ്ലൗസ് വേണമെങ്കിൽ ഇടാം. അല്ലാതെ റെഡിമെയ്ഡ് ബ്ലൗസ് ഒക്കെ വാങ്ങിച്ചവരില്ലേ, കയ്യിൽ വർക്കുള്ള അതിന്റെ ബ്ലൗസ് വേണം, ഒത്തിരി നല്ലതായിരിക്കും. ഇത് കണ്ടോ, ഇത് മുന്താണി, താഴത്തെ ബോർഡർ ഇങ്ങനെ, ബോഡി ഇങ്ങനെ, ബ്ലൗസ് ഇതേണ്ട ഇങ്ങനെ. തിരിച്ചറിയാനേ എനിക്കിതിനകത്ത് എന്നതാ വ്യത്യാസം എനിക്ക് തിരിച്ചറിയാനേ പറ്റുന്നില്ല. ഞാൻ എല്ലാം ഒരുപോലെയാണെന്നാണ് കാണുന്നത്. ഇതിനൊരു ഗോൾഡൻ സെറി ഉണ്ട് കേട്ടോ, അത് ഞാൻ പറയാൻ മറന്നുപോയി. മുന്താണി ഇങ്ങനെ, ഇത് കണ്ടോ ഒരു ഗോൾഡൻ സെറി.
അത് നല്ല ഭംഗിയാന്നേ, നല്ല രസം അത് കാണാനായിട്ട്. ഞാനാണെങ്കിൽ ഒരു കാര്യം മറന്നുപോയെന്നേ, ഓണത്തിന് ഗീവ് അവേ വെക്കാന്നൊക്കെ ഞാൻ പറഞ്ഞു. എൻ്റെ എല്ലാം കൂടിയായി ചെറിയ തലയ്ക്കകത്തോട് ഓടുന്നത്. എനിക്കറിയത്തില്ല, എനിക്കാണെങ്കിൽ തീരെ വയ്യായിരുന്നു എന്ന് സത്യം പറഞ്ഞാൽ. യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ട് ഈ യാത്ര, ഈ അലച്ചിൽ, ഈ ഓട്ടം കാരണം ഉണ്ടല്ലോ. പിന്നെ ഞാൻ വേറൊരു വിശേഷം പറയാനുണ്ട്, അത് ഞാൻ പറയാട്ടോ. എറണാകുളത്ത്, കോട്ടയത്തും തിരുവല്ലയിലും ഒക്കെ ഉള്ളവർക്ക് ഇസബെല്ലായുടെ പ്രീമിയം കുർത്തീസ് പർച്ചേസ് ചെയ്യാൻ നമ്മളുടെ ഔട്ട്ലെറ്റുകൾ തുടങ്ങിയിട്ടുണ്ട്. അതിനെപ്പറ്റി ഞാൻ കുറച്ചും കൂടെ ഒഫീഷ്യലായിട്ട് അറിയിക്കാം കേട്ടോ. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്ക് വേണ്ടി ഓട്ടമായിരുന്നു, പർച്ചേസ്, അങ്ങനെ എനിക്കങ്ങ് വയ്യാണ്ടായി. ഞാൻ ഗീവയുടെ കാര്യമൊക്കെ മറന്നു. ഇത് നിങ്ങൾ ആരും എന്നെ ഓർപ്പിച്ചുമില്ലെന്നേ. ഞാൻ നാളെ ഇടാം കേട്ടോ, ഓർത്താ ദൈവമേ. ഇത് മുന്താണി. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരും തലേന്ന് നിറച്ച് 100 കാര്യമായിട്ടല്ലേ നടക്കുന്നു. ബോർഡർ നല്ല രസമാണ് കേട്ടോ ഈ സാരി. സിമ്പിൾ ആൻഡ് എലഗന്റ് എന്ന് പറയും. നല്ല കളർ തോന്നിക്കും. ഏത് കളർ ടോൺ ആണെങ്കിലും കളർ തോന്നിക്കും. ഈ കേരള ക്രീമിനെ എല്ലാത്തിനും അങ്ങനെ തോന്നിക്കത്തില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സ്റ്റഫ് വ്യത്യാസപ്പെടുന്നതനുസരിച്ച് നമുക്കിപ്പോൾ സെറ്റ് സാരി ഉടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും കളർ കൂടുതലായിട്ട് തോന്നിക്കും. പക്ഷേ ഈ ടിഷ്യൂവിന്റെ സ്റ്റഫിൽ ചില കളറിന്റെ കോമ്പിനേഷൻ വരുമ്പം ഏത് മനുഷ്യർക്കും, ചന്ദന കളർ വന്നു കഴിയുമ്പോൾ ഏത് മനുഷ്യർക്കും ഒരു ലുക്ക് കിട്ടും കൂടുതൽ. എന്നിട്ട് കോൺട്രാസ്റ്റ് ബ്ലൗസും കൂടെ ആണെങ്കിൽ പറയാൻ വേണ്ട, നല്ല രസമാണ്. അടുത്തത് ഇത്. നിങ്ങൾക്ക് തന്നെ ഓർക്കും ഇതിന് എന്നെ ഇപ്പൊ വ്യത്യാസം ഇരിക്കുന്ന, ഒരു വ്യത്യാസം ഇല്ലല്ലോ. എന്താണ് ഇങ്ങനെ 1399 ഈ സാരിയുടെ റേറ്റ്. ഡിസ്കൗണ്ടഡ് റേറ്റ് 999 ഉള്ളിയാണ്. 3 എണ്ണത്തിനൊഴികെ ബാക്കി എല്ലാത്തിനും സിംഗിൾ പീസസേ ഉള്ളൂ. ഒരു വേഗം തന്നെ വാങ്ങിച്ചോളൂ, നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കത്തില്ല കേട്ടോ. പിന്നെ എന്താ, അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.